താരസംഘടനയായ അമ്മയ്ക്ക് മറുപടി നൽകിയ അൻസിബ ടിനി ടോമിനെതിരായ പരാതി നിഷ്പക്ഷമായി കേൾക്കണം എന്നും പ്രത്യേക സമിതി രൂപീകരിക്കണം എന്നും ആവശ്യം. കഴിഞ്ഞ ദിവസം അൻസിബയുടെ വാദം കേൾക്കാനായി താരസംഘടന കത്ത് നൽകിയിരുന്നു. അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ടിനി ടോമിനെതിരെയും അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഒരു വനിതാ അംഗത്തിനെതിരെയും അൻസിബ ഹസൻ പറഞ്ഞ ആരോപണങ്ങളെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ അമ്മയിലെ ഒരു പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ അൻസിബ ഹസനെ പിന്തുണച്ചുകൊണ്ടും അതുപോലെ എതിർത്തുകൊണ്ടുമുള്ള ഒരു ചേരി ഈ സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ രൂപപ്പെടുകയായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമ്മ സംഘടന ഔദ്യോഗികമായി അൻസിബ ഹസനെ കേൾക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ജൂൺ 1 മുതൽ 3 വരെയുള്ള തീയതികളിൽ അൻസിബയ്ക്ക് പറ്റുന്ന തീയതികളിൽ നേരിട്ട് അമ്മ ഓഫീസിലെത്തി തൻ്റെ പരാതികൾ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പാകെ ബോധ്യപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളുണ്ടെങ്കിൽ അതും ഈ വേളയിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് അമ്മ അൻസിബ ഹസന് കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മറുപടിയായി അൻസിബ ഹസൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ജൂൺ 1 തീയതി തനിക്ക് പറ്റുന്ന ദിവസമാണ്, അല്ലെങ്കിൽ ജൂൺ 7 തീയതിക്ക് ശേഷമുള്ള ഏതെങ്കിലും ദിവസം, ഇത് ഏതെങ്കിലുമാണ് തനിക്ക് അനുയോജ്യമായി പറ്റൂ എന്നുള്ള കാര്യമാണ് അൻസിബ ഹസൻ പറയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ പരാതി കേൾക്കുമ്പോൾ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയല്ല അത് കേൾക്കേണ്ടത്, പകരം നിഷ്പക്ഷമായി ഈ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു കമ്മിറ്റി. അതിൽ 3 പേരുകൾ അൻസിബ ഹസൻ നിർദ്ദേശിക്കുന്നുണ്ട്. രമേഷ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ. ഇവരിൽ 3 പേർക്കും ആർക്കെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ അവരെ മാറ്റുന്ന കാര്യം അത് താനുമായി സംസാരിച്ച് തനിക്ക് യോജിക്കുന്ന മറ്റൊരാളെ വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നൊരു ആവശ്യം കൂടി അൻസിബ ഹസൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ പരാതി പറയുന്ന വേളയിൽ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി പറയുമ്പോൾ അത് പൂർണ്ണമായും ചിത്രീകരിക്കണം. മാത്രമല്ല ആ ചിത്രീകരിച്ചതിൻ്റെ ഒരു കോപ്പി തനിക്ക് കൈവശം വയ്ക്കാനും അൻസിബയ്ക്ക് കൈവശം വയ്ക്കാനുള്ള ഒരു അനുമതി വേണമെന്നുള്ളൊരു ആവശ്യം കൂടി അൻസിബ ഹസൻ നിർദ്ദേശിക്കുന്നുണ്ട്. തൻ്റെ പരാതിയിൽ ഇല്ലെങ്കിൽ തൻ്റെ ആരോപണത്തിൽ പ്രധാനമായും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽപ്പെട്ട ആളുകളാണുള്ളത്. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തൻ്റെ പരാതി നേരിട്ട് വരുമ്പോൾ കേട്ടുകഴിഞ്ഞാൽ അതിൽ തനിക്ക് നീതി ലഭിക്കില്ല. പൂർണ്ണമായും നീതി ലഭിക്കുന്ന തരത്തിലായിരിക്കണം ഇതിൻ്റെ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അൻസിബ ഹസൻ പറഞ്ഞു വയ്ക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്ന ടിനി ടോമിനും അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽപ്പെട്ട അവരുടെ ഭാഗങ്ങളും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കേൾക്കണം. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും കാര്യങ്ങൾ കേട്ട ശേഷം, അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകളുടെയും ഭാഗങ്ങൾ കേട്ട ശേഷം ഇതിൽ നീതിപൂർവമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് അൻസിബ ഹസന്റെ ഒരു ആവശ്യമായി പറയുന്നത്. ഇനിയിപ്പോൾ അമ്മ ഇതിൽ എന്ത് നടപടിയെടുക്കും, ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. മനോജ് മാർച്ചേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.